ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾക്ക് ആരുമില്ല. എനിക്ക് എന്റെ ചേട്ടായി മാത്രമേ ഉള്ളൂ. എന്റെ ചേട്ടായി ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാരും ഞങ്ങളെ കാത്തോളണേ. എല്ലാരും ഞങ്ങളെ രക്ഷിക്കണം. എന്റെ ചേട്ടായി ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത് ഒരു പരസ്യ ചിത്രമല്ല, ജീവിത യാഥാർത്ഥ്യമാണ്. കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിൽ കോടഞ്ചേരി പഞ്ചായത്തിലെ 10-ാം വാർഡ് മൂഴിയിൽ പുത്തൻ വീട്ടിൽ താമസിക്കുന്ന വിനീത് എന്ന് വിളിപ്പേരുള്ള രാജീവിന് ഗുരുതരമായ കരൾ രോഗം ബാധിച്ചിരിക്കുകയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ ഈ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ താലി ചാർത്തിയ ഭാര്യ ഡാലിയ തന്റെ കരൾ പകുത്തു നൽകാൻ തയ്യാറായെങ്കിലും രാജീവിന്റെ ചികിത്സയ്ക്ക് 30 ലക്ഷം രൂപ ആവശ്യമാണ്. ഒരു നാട് ഒന്നടങ്കം രാജീവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കൈകോർക്കുമ്പോൾ തന്റെ നാട്ടുകാരനെ സഹായിക്കാൻ കോടഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഓടുന്ന PK എന്ന ബസിന്റെ ഓണറും സഹോദരന്മാരുമായ സനീഷും സജീഷും ആ ബസ്സിലെ ജീവനക്കാരും ഇന്ന് രാജീവിന് വേണ്ടി ചികിത്സാ സഹായത്തിനായി കാരുണ്യയാത്ര നടത്തുകയാണ്. ഇന്നത്തെ ബസ്സിലെ കളക്ഷനും ജീവനക്കാരുടെ കൂലിയും നൽകി ഇവരുടെ യാത്ര വൈകിട്ട് 5 മണിയോടെ കോഴിക്കോട് നിന്നും കോടഞ്ചേരിയിൽ തിരിച്ചെത്തി. അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം എന്ന കാരുണ്യ പ്രവർത്തകരും രാജീവ് ചികിത്സാ കമ്മിറ്റി അംഗങ്ങളും പഞ്ചായത്ത് അംഗങ്ങൾക്കും ഇന്ന് കിട്ടിയ കളക്ഷൻ 21,000 രൂപ കൈമാറി. പ്രിയപ്പെട്ടവരെ, ഇന്ന് വല്ലാത്തൊരു സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ഒരു നാടിന്റെ ഒരു പൊതു പ്രശ്നം വരുന്ന സമയത്ത് ഒരുപാട് സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ അതിനുവേണ്ടി പ്രയത്നിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് KL12F1047 എന്ന് പറയുന്ന ചെമ്പ്-കടവ് കോഴിക്കോട് ബസിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. PK ബസിന്റെ മുമ്പിലാണ്. അവര് കാണിച്ചു തന്നിട്ടുള്ള വലിയൊരു മാതൃകയുണ്ട്. പ്രിയപ്പെട്ട ഈ നാട്ടിലെ രാജീവ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവനെ ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് അത് അടിയന്തരമായി മാറ്റിവെക്കാനല്ലാതെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ല. അതിനുവേണ്ടി ഒരു നാട് പ്രിയപ്പെട്ട പൊതുപ്രവർത്തകന്മാർ ജനനായകന്മാരൊക്കെ ഒരുമിച്ച് നേർന്നുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കാണ് അല്ലെങ്കിൽ ജനകീയ കമ്മിറ്റിക്ക് വലിയ ആത്മവിശ്വാസം നൽകിക്കൊണ്ടാണ് പ്രിയപ്പെട്ട PK ബസിന്റെ പ്രിയപ്പെട്ട ഓണർ സജീഷ് ചേട്ടന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ യാത്ര എല്ലാ ലാഭങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പ്രിയപ്പെട്ട രാജീവിന്റെ ചികിത്സയിലേക്ക് നൽകാൻ വേണ്ടി ഓടിയിട്ടുള്ളത്. ഇത് വല്ലാത്തൊരു മാതൃകയാണ്, വല്ലാത്തൊരു ഐക്യം നൽകുന്ന സന്ദേശമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ വലിയ മനസ്സ് വേണം. പ്രത്യേകിച്ച് ബസ് മേഖലയിലൊക്കെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. സാമ്പത്തികമായ പ്രതിസന്ധികൾക്കിടയിലാണ് ഈ പ്രിയപ്പെട്ട ആളുകൾ ഇന്നത്തെ യാത്ര മാറ്റിവെച്ചിട്ടുള്ളത്. ഓരോ ആളുകളെയും ജനകീയ കമ്മിറ്റിക്ക് വേണ്ടി ഈ നാടിന് വേണ്ടി ഞങ്ങൾ ആദരിക്കുകയാണ്. ഇതിനു വേണ്ടി ഓടിയിട്ടുള്ള പ്രിയപ്പെട്ട വിനീതേട്ടനെ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ചെയർമാൻ ആദരിക്കുകയാണ്. മുന്നോട്ട് വന്ന് ആ ആദരവ് ഏറ്റുവാങ്ങണം. പ്രിയപ്പെട്ട വൈസ് പ്രജിലേഷിനെ ആദരിക്കുകയാണ്. ഗഫൂർ ഖാനെ ആദരിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട സജീഷ് ചേട്ടനാണ് ഈ ബസിന്റെ ഓണർ എന്ന് പറയുന്നത്. ഇങ്ങനെ ആളുകൾ ഏറ്റെടുക്കുമ്പോഴാണ് ഇവരിങ്ങനെ രാവിലെ മുതൽ ഓരോരുത്തരെ ആളുകളിലേക്ക് കൈകൾ നീട്ടുകയാണ്. ഇവർക്ക് ആർക്കും വേണ്ടിയിട്ടല്ല, ഇവരെല്ലാ വരുമാനങ്ങളും മാറ്റി വെക്കുന്നത് ഈ നാട്ടിലെ പ്രിയപ്പെട്ട രാജീവ് എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനാണ്. ഇങ്ങനെ ആളുകളെ മുന്നിൽ കൈനീട്ടി ഓരോ നാണയ തുട്ടുകളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവരുടെ കുടുംബം, മാനേജ്മെന്റ്, സ്റ്റാഫുകൾ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതുമായി സഹകരിച്ചിട്ടുള്ള യാത്രക്കാർ ഒരുപാടുണ്ടാവും, അവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഇന്ന് ടിക്കറ്റ് ഇല്ലാതെ ഇന്നത്തെ എല്ലാ പണവും ആ ടിക്കറ്റ് മുറിച്ചിട്ടുള്ളത് രാജീവിന്റെ ചികിത്സയിലേക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ഓരോ ആളുകൾക്ക് നന്മയുണ്ടാവും. ഇത് കണ്ടെങ്കിലും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇതുമായി ഇവിടെയുള്ള ബസ് മുതലാളിമാർ, മറ്റുള്ള സംഘടനകൾ, ഓട്ടോ തൊഴിലാളികൾ അടക്കം മുന്നോട്ട് വരികയാണെങ്കിൽ കോടഞ്ചേരി ഇന്നേ വരെ കാണാത്ത വലിയൊരു ഐക്യം, വലിയൊരു സ്നേഹം, കരുതൽ, ചേർത്തുപിടിക്കൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ആയിരിക്കണം മനുഷ്യത്വം എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കാനും അതുമായി ഈ നാട്ടിൽ വലിയ ഐക്യം കൊണ്ടുവരാനും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി PK ബസിന്റെ പ്രിയപ്പെട്ട ആളുകൾക്കൊക്കെ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ചെയർമാൻ 2 വാക്ക്. കമ്മിറ്റി അംഗങ്ങളെ, ഇത് അഡ്വക്കേറ്റ് ഷമീർ അടക്കമുള്ള എല്ലാവരും വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് PK മൈക്കാവിലുള്ള PK ബസ് ഉടമസ്ഥരിൽ നിന്ന് ഈ കമ്മിറ്റിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ രാജീവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അവരുടെ എല്ലാ വരുമാനങ്ങളും ഇന്നത്തെ മാറ്റി വെച്ചുകൊണ്ട് ഈ രാജീവ് ചികിത്സാ സഹായ നിധിയിലേക്ക് ഇന്നത്തെ മുഴുവൻ തുകയും ഇതിലേക്ക് സംഭാവന ചെയ്ത ഈ ബസ്സുകാർ വളരെ നന്ദിയോടുകൂടി ഇവരെ ഓർക്കുന്നു.